ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം പെറ്റൽസ് ഓഫ് ബയോളജി. ഞാൻ ഇന്ന് നിൽക്കുന്നത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. എൻ്റെ ആദ്യ വന്ദേ ഭാരത് യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഞാൻ ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ നിന്നും എൻ്റെ യാത്ര കോയമ്പത്തൂരിലെ ഈഷ യോഗ സെൻറ്ററിലേക്കാണ്. വന്ദേ ഭാരതിലെ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യാത്രയുടെ വിശേഷങ്ങൾ കാണാം. ഇത് നവീകരിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പോകേണ്ട കോച്ച് C2 ആണ്. അത് എഞ്ചിനിൽ നിന്നും രണ്ടാമത്തെ പൊസിഷനിലാണ് വരുന്നത്. അതുകൊണ്ട് ഒരുപാട് മുൻപിലേക്ക് ഞാൻ നടന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മുൻപിലേക്ക് നടന്നു വന്നിരിക്കുകയാണ്. C2ലെ നമ്പർ 57 ആണ് എൻ്റെ സീറ്റ് നമ്പർ. അപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ്, ട്രാക്ക് നവീകരണവും ട്രാക്കിൻ്റെ എണ്ണം കൂട്ടുകയൊക്കെയാണ് ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആ ഡെവലപ്മെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ 9 ട്രാക്കുകളാണ് ഉള്ളത്. മുൻപ് ഇത്രയും ട്രാക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൻ്റെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. സ്ഥലപരിമിതി ഈ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമാണ്. നാഗമ്പടം ബസ് സ്റ്റാൻഡ് ഈ സ്റ്റേഷനോട് തൊട്ട് ചേർന്നാണ് ഇരിക്കുന്നത്. അത് കാരണം ആ ഭാഗത്തേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. വന്ദേ ഭാരതിന് എത്രയും പെട്ടെന്ന് ചെങ്ങന്നൂർ സ്റ്റോപ്പ് അനുവദിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വന്ദേ ഭാരതിന് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കോട്ടയത്ത് വന്ന് കയറേണ്ടി വന്നു. ഇപ്പോൾ ചെങ്ങന്നൂരിൽ നിന്നും 5:30ക്കുള്ള മെമുവിന് ഞാൻ കയറിയിട്ട് കോട്ടയത്ത് ഇറങ്ങിയിരിക്കുകയാണ്. വളരെ തുച്ഛമായ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ മെമുവിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് കറക്റ്റ് 6:20 ആയപ്പോഴത്തേക്കും കോട്ടയത്തെത്തി. അപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ വന്ദേ ഭാരതിൻ്റെ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ലിഫ്റ്റ്, എസ്കലേറ്റർ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഞാനതിൻ്റെ ലിഫ്റ്റിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. വളരെ വൃത്തിയായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനും പരിസരവും അവർ കാത്തു സൂക്ഷിക്കുന്നത്. ക്ലീനിങ് സ്റ്റാഫ് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. വേസ്റ്റ് ഇടുന്നതിനായിട്ടുള്ള ഡസ്റ്റ്ബിൻസ് ഓരോ കോർണേഴ്സിലും വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആളുകളുടെ സ്വഭാവം മാറാത്തിടത്തോളം നമുക്ക് വൃത്തി കാത്തു സൂക്ഷിക്കാൻ സാധിക്കത്തില്ല. Trivandrum Kasaragod Vande Bharat Express via Kottayam Ernakulam Town Shannur is just arriving on platform number 1. I've been feeling so small. Watch the clock.
I've been feeling so small. കൂടെ ക്ലീനിങ് സ്റ്റാഫ് വന്ന് വേസ്റ്റൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര കാലം നമ്മുടെ ആളുകൾ കൃത്യമായി ഈ വൃത്തി സൂക്ഷിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. പൂരത്തിന് പിറ്റേന്നുള്ള തൃശ്ശൂരിലേക്കാണ് ഞാൻ കാല് കുത്തിയത്. കാല് കുത്താൻ ഇടം നൽകുന്നുണ്ടായിരുന്നില്ല. ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ ട്രെയിനിൽ കയറാനും മറ്റു ട്രെയിനുകൾ കാത്തു നിൽക്കുകയൊക്കെ ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത്. ഞാൻ എനിക്കുള്ള അടുത്ത ട്രെയിൻ അന്വേഷിച്ചുകൊണ്ട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. വന്ദേ ഭാരത് എനിക്ക് പുറകെ കാസർഗോഡേക്ക് യാത്രയാവുകയും ചെയ്യും.